ഇന്റർനെറ്റ് ഉപയോഗം വ്യാപകമായതോടെ സൈബർ തട്ടിപ്പുകളും വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നത് 35 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുകളാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞും സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു. സ്കൈപ്പ് വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രതക്കുറവുകൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ. ഒരു ദിവസം 10ഉം 12ഉം എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 60ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 35 കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫ്രോഡ് കേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഷെയർ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ നിങ്ങളിലേക്ക് അത് പല രീതിയിലേക്ക് നമ്മൾ പല കേസുകളിലും കാണുന്നത്. ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞു നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദറായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രീതി, ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരുപക്ഷെ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നിങ്ങളെ ആദ്യം എംപ്ലോയ് ചെയ്യിക്കുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ 1930 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം ഡിസിപി ടി നിതിൻ രാജ് പറഞ്ഞു. ഈ ഒരു നമ്പർ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1930 ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ 1930 ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഒഫൻസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.